ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നാ, നമ്മുടെ എല്ലാ വീട്ടിലുള്ള ഒന്നാണ് ഉലുവ അല്ലേ. ഈ ഉലുവ നമുക്ക് കഴുകി ഉണക്കി വറുത്ത് പൊടിച്ച് ഒരു ഡപ്പയിലിട്ട് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് എല്ലാ ദിവസവും രാവിലെ ചെറിയ ചൂടുവെള്ളത്തിൽ 1/2 സ്പൂണിട്ട് കുടിക്കുക. ഇത് മൂലം നമുക്കുണ്ടാവുന്ന ഗുണങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഗുണം എന്താണെന്നോ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള പഞ്ചസാര ശരീരത്തിൽ ആഗിരണം ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് പഞ്ചസാര ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന നാരുകളും ആമിനോ ആസിഡ്സും ഒക്കെ ഈ പഞ്ചസാര ആഗിരണം ചെയ്യുന്നതിൻ്റെ ആ തോത് കേട്ടോ അത് കുറയും. അപ്പോൾ ഈ ഷുഗർ ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ നമുക്ക് ഇത് രാവിലെ കുടിക്കുന്നതുകൊണ്ട് പഞ്ചസാര ഇൻസുലിൻ റെസിസ്റ്റൻസി നിലനിർത്താൻ കഴിയും. ഓക്കെ, അതാണ് ഫസ്റ്റായിട്ട് നമ്മൾ ഈ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി വെള്ളത്തിലിട്ട് കുടിക്കുന്നതുകൊണ്ടുള്ള ഗുണം. ഓക്കെ, രണ്ടാമത്തെ ഗുണം എന്താണെന്നോ, നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ഉണ്ടല്ലോ, ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്, നല്ല കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ ഈ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് റെഗുലറായിട്ട് നമ്മൾ ഈ ഉലുവ വറുത്ത് പൊടിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളം കുടിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കുഴലുകളെല്ലാം നല്ല വൃത്തിയാവും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രക്തം സുഗമമായിട്ട് പമ്പ് ചെയ്യാനും പാസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം രൂപപ്പെടും. അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത്. ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് ഉള്ള ഗുണം എന്താണെന്നോ, നമ്മുടെ ശരീരഭാരം കുറയും. അതെങ്ങനെയാണെന്നോ, ഇതിൽ പിന്നെ ഉലുവ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കാണാത്തവർ അതെടുത്ത് കാണണം. അപ്പോൾ ഈ ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും നാരുകളും ആമിനോ ആസിഡ്സും എല്ലാം ചെയ്യുന്ന ഗുണം എന്താണെന്നോ, വിശപ്പിനെ നിയന്ത്രിക്കും. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ വിശക്കണം എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവില്ല. രാവിലെ തന്നെ നമ്മൾ ഈ ഒരു വെള്ളം ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിശക്കില്ല. പെട്ടെന്ന് വിശക്കാതെ ആകുമ്പോൾ ഉള്ള ഗുണം, നമ്മുടെ ശരീരഭാരം കുറയും. നമ്മൾ ലഘുഭക്ഷണങ്ങളും ഇടനേരം ഭക്ഷണങ്ങളും എല്ലാം നമ്മൾ ഒഴിവാക്കും അല്ലേ നമ്മൾ അടുക്കളയിൽ നിന്ന് എന്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തൊക്കെ കഴിക്കണ ശീലമുള്ളവർക്ക് അങ്ങനെ തോന്നില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല, കഴിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല. അതാണ് നമുക്കുണ്ടാവുന്ന അടുത്ത ഗുണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ദഹന പ്രക്രിയ സുഗമമാക്കും. അതും ഈ ഉലുവെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണമാണ്. നമ്മുടെ ദഹനത്തെ നടക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോർമോൺ പല സ്ത്രീകൾക്കും ഉള്ളതാണല്ലോ. PCOD, PCOS തുടങ്ങിയ ഒത്തിരി പിന്നെ പ്രശ്നങ്ങൾ, അതുപോലെ ആർത്തവ സംബന്ധമായ അമിത രക്തസ്രാവം, അമിതമായ വേദന, പിന്നെ റെഗുലറായിട്ട് ആർത്തവം വരാതിരിക്കുക, അങ്ങനെ ഒത്തിരി ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടല്ലേ. അപ്പോൾ സ്ത്രീകളിലുണ്ടാവുന്ന ഈ ഹോർമോൺ പ്രോബ്ലംസിനെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ ഈ കുഞ്ഞ് ഉലുവയ്ക്ക് കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയോളൂ. ഇങ്ങനെ വേദന കൂടുക, അതുപോലെ അമിതമായ രക്തസ്രാവമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ നമുക്കധികം അതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. കുറച്ച് ഉലുവ എടുക്കുക, നമുക്കത് ഉണക്കി പൊടിച്ച് ഒരു കുപ്പിയിലാക്കി വെക്കുക. എല്ലാ ദിവസവും നമുക്ക് 1/2 സ്പൂൺ ചൂടുവെള്ളത്തിലിട്ട് രാവിലെ കുടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. അതാണ് ഇനി പറയാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഉള്ളത് നമ്മുടെ വൃക്ക, കരൾ, അതിലുണ്ടാവുന്ന അസുഖങ്ങൾ കേട്ടോ, രോഗങ്ങൾ. അതിലുണ്ടാവുന്ന രോഗങ്ങൾക്ക് കാരണം ഇതിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസാണ്. അപ്പോൾ ഈ വിഷവസ്തുക്കളെ പുറന്തള്ളുന്നതിന് ഈ ഉലുവെള്ളം ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡ്സ് തുടങ്ങിയ നാരുകളെല്ലാം ഇതിലടങ്ങിയിരിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ പിന്നെ വൃക്കകൾക്കും കരളിനൊക്കെ ആരോഗ്യം കിട്ടുന്നതിന് ഉലുവ വെള്ളം നല്ലതാണ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഉള്ളത് പിന്നെ ഈസ്ട്രജൻ്റെ കൂടുന്ന കാര്യം ഞാൻ പറഞ്ഞു. പുരുഷ ഹോർമോൺ കൂടുന്നതിന് കേട്ടോ, അതിനും നല്ലതാണ്. അപ്പോൾ പുരുഷന്മാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഇത് ഉപയോഗിക്കാതെ, ഇത് മാത്രത്തിനല്ല അല്ലേ, ഇതെല്ലാത്തിനും കൂടെ ദഹന പ്രശ്നങ്ങളാണ് മിക്കവാറും ജെൻസിനുള്ളത്. അവരിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഗ്യാസ്, അതുപോലെ
അസിഡിറ്റി, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഈ പിന്നെ ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യണ ഇന്നത്തെ പിള്ളേർ സെറ്റിനുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ രാവിലെ ഇതൊന്ന് പിന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല റിസൾട്ട്. ദഹന സംബന്ധമായ വയറ് സംബന്ധമായ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് പരിഹാരം കേട്ടോ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട വരും. ഈ പിന്നെ അസിഡിറ്റിയും അങ്ങനെയുള്ള പുളിച്ചു തേട്ടൽ, അതുപോലെ പിന്നെ ഗ്യാസ് ഇങ്ങനെയുള്ളവർ അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഗുണം കിട്ടുള്ളൂ. എന്തായാലും നിങ്ങളിതും ഒന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ. ഇനി നമ്മുടെ സൗന്ദര്യമാണ്. സൗന്ദര്യത്തിൻ്റെ വീഡിയോ ഞാൻ ഒരിക്കൽ ഇട്ടിട്ടുണ്ട്. എങ്കിലും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, കഴുത്തിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, പിന്നെ മുഖം തിളങ്ങാൻ എല്ലാത്തിനും ഉലുവ നല്ലതാണ്. ഈ ഉലുവ നമുക്ക് തൈരിൽ മിക്സ് ചെയ്ത് കഴുത്തിലും മുഖത്തും എല്ലാം അപ്ലൈ ചെയ്യാം കേട്ടോ. അത് ഏറ്റവും നല്ലതാണ്. ഏറ്റവും എളുപ്പം ഇങ്ങനെ പൊടിച്ച് വെച്ചത് നമുക്ക് എളുപ്പം ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിത് കുതിരയിട്ട് അരച്ചെടുക്കണം, അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, പ്രോസസ്സ് കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം മെനക്കെട്ട് ഇതിനെ ഒന്ന് പൊടിച്ച് അവിടെ എടുത്ത് വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഴ്ചയിലൊരിക്കലൊക്കെ ഇതൊന്ന് യൂസ് ചെയ്യാം കേട്ടോ. അതാണ് നമ്മുടെ പിന്നെ മുഖത്തിനും പിന്നെ കഴുത്തിലുള്ള കറുത്തപാടുകൾ പോകുന്നതിനും എല്ലാം ഉലുവ നല്ലതാണ്. പിന്നെ ഹെയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ കുടിക്കുന്നതുകൊണ്ടും ഡ്രൈ സ്കിന്നൊക്കെ പോവും. അപ്പോൾ താരം കുറയും. പിന്നെ നമുക്ക് മൈലാഞ്ചി അങ്ങനെയുള്ളതൊക്കെ ഇടുമ്പോൾ ഈ പൊടി ഒരു സ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഹെയറിലും സ്കാൾപ്പിലൊക്കെ അപ്ലൈ ചെയ്യാം. ഹെയറിൽ വേണ്ട കേട്ടോ, സ്കാൾപ്പിൽ നിങ്ങളിടുന്ന പാക്കിൽ ഒരു സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ താരൻ്റെ പ്രശ്നം, അതുപോലെ ചൊറിച്ചിൽ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി ഉലുവ എങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മളൊരു പിടി, നിങ്ങൾ കുറച്ചുണ്ടാക്കി വെച്ചിരുന്നാൽ മതി, അധികം ഉണ്ടാക്കി വെക്കേണ്ട. കുറച്ച് ഉലുവ എടുക്കുക, ഒരു പിടി ഉലുവ എടുത്ത് അതിനെ നന്നായിട്ട് കഴുകണം. ഇൻസെക്ടിസൈഡ്സൊക്കെ അടിച്ച് ഒക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പം നന്നായിട്ട് അത് തിരുമ്പി കഴുകി നമുക്കത് പിന്നെ ഉണക്കാം. അതല്ലെങ്കിൽ ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ, നന്നായിട്ട് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് അല്ലെങ്കിൽ ഒരു പിന്നെ നോൺ സ്റ്റിക്ക് പാനോ അടുപ്പത്ത് വെച്ച് ഇത് അതിനകത്തിട്ട് നന്നായിട്ട് വറക്കണേ. വറുത്തൊരു ഗോൾഡൻ കളറാവണ വരെ ഇത് വറക്കണം. ഇത് വറുത്തിട്ട് അതെടുത്ത് വെക്കണം. അപ്പം തന്നെ അടിക്കണ്ട കേട്ടോ. അതൊന്ന് തണുത്തിട്ട് നമ്മൾ അടിച്ചാൽ മതി. അല്ലെങ്കിൽ ചെറിയ ചൂടോടുകൂടി അടിച്ചോളൂ, അപ്പോൾ പെട്ടെന്ന് പൊടിയുമല്ലോ. അല്ലാണ്ട് അതുപോലെ തന്നെ നമ്മൾ മിക്സിയിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മിക്സിക്ക് വല്ല പ്രശ്നം വരും. അതുകൊണ്ട് ഒന്ന് ആറിയതിന് ശേഷം ആ ചെറു ചൂടോടുകൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കുക. കടിച്ചോ? പൊടിച്ചിട്ട് നല്ലൊരു ഡപ്പയിലിട്ട് എന്നിട്ട് നന്നായിട്ട് ആറണം കേട്ടോ. അല്ലാണ്ട് പിന്നെ നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ, ചൂടോടുകൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് നല്ലൊരു ഡപ്പ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ഡപ്പയിൽ ഇത് ചൂടാറി ഈ പൊടിയെടുത്ത് അടച്ചവിടെ വെച്ചേക്കണം. ഇത് ഫ്രിഡ്ജിൽ വെക്കുമോ പുറത്ത് വെക്കുമോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും രാവിലെ 1/2 സ്പൂൺ വീതം ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുടിക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ ഒത്തിരി പേരും എനിക്കിനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണേ, എന്നാലാണ് എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.